ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ വിസിറ്റർ വിസയിൽ വന്ന് അത് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന ഒരുപാട് സ്കാംസ് ഇന്ന് വേൾഡ് വൈഡ് നടക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി മലയാളികൾ അടക്കമുള്ളവർ അതിൻ്റെ വിക്ടിംസ് ആകുന്നുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസിറ്റർ വിസയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ജെന്യുവിൻ ടെമ്പററി എൻട്രി തന്നെയാണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഹോളിഡേയ്സിനോ അതല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വിസിറ്റർ വിസയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ അതിൽ നമുക്കൊരു വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ആ വിസിറ്റർ വിസയുടെ ഇന്റൻഷൻ മീറ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഷുഡ് ബി റിഫ്യൂസ്ഡ്, ദാറ്റ് വിസ ഷുഡ് ബി റിഫ്യൂസ്ഡ്. അറ്റ് ദ സെയിം ടൈം ആ സമയത്ത് അല്ലെങ്കിൽ ആ വിസ എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് സബ്മിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഫ്രോഡ് ഡോക്യുമെന്റ്സ്, ഇതെല്ലാം തന്നെ ലോങ് ടൈം ഒരു ബാനിലേക്കോ അല്ലെങ്കിൽ ലോങ് ടൈം സീരിയസ് കോൺസിക്വൻസസിലേക്കോ നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സോ ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഐ സജസ്റ്റ് യു ടു ഗെറ്റ് ദ പ്രോപ്പർ അഡ്വൈസ് ഫ്രം എ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ പ്രൊഫഷണൽ. ഓസ്ട്രേലിയയിലാണെങ്കിൽ ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻറ്റ്സ്, ഓർ ന്യൂസിലൻഡിലാണെങ്കിൽ ന്യൂസിലൻഡ് ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസർ. തീർച്ചയായിട്ടും ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിലേക്ക് നീങ്ങാവുള്ളൂ.